റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഴിയിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടാൽ അത് നിങ്ങൾ ആദ്യത്തെ കാണലാണ്. അത് സ്വാഭാവികമായി നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ നോട്ടം താഴ്ത്തണം. ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കൂടാ. അവരുടെ മുഖത്തേക്കാണെങ്കിൽ പോലും ആസ്വാദന ത്വരയോടുകൂടി ആവർത്തിച്ച് തുറിച്ചു നോക്കിക്കൂടാ. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ പുരുഷന്മാരുടെ കണ്ണുകളാണ്. കാരണം നാട്ടിൽ കാണുന്ന സ്ത്രീകളെ മുഴുവൻ അവർ നോക്കുന്നു, തുറിച്ചു നോക്കുന്നു, ലൈംഗികമായി ആസ്വദിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പാവം ഈ സ്ത്രീകൾ ഇതൊന്നും അറിയുന്നു പോലുമില്ല. അപ്പൊ അത്രയും കർശനമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു നോട്ടം പോലും, അതായത് ഒരു ഗ്ലാൻസ് എന്ന് പറയുന്ന, അറിയാതെ നമ്മളുടെ മുന്നിൽ ഒരു സ്ത്രീ വരുമ്പോൾ പിന്നെ ആ സ്ത്രീയുടെ ഇതേപോലെയുള്ള മറച്ചു വെക്കപ്പെടേണ്ട ശരീരഭാഗങ്ങളിലേക്ക് നോക്കരുത് എന്ന്. അതായത് ഇപ്പൊ നമ്മളുടെയൊക്കെ ക്യാമ്പസിൽ സ്ത്രീകൾ അവർ ഹിജാബ് ധരിച്ചാലും ശരി ധരിച്ചിട്ടില്ലെങ്കിലും ശരി നമ്മുടെ കണ്ണിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കണം. ചില ആളുകൾ അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചതുകൊണ്ട് എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം അവർക്കാണെന്നുള്ളതല്ല ഇസ്ലാമിന്റെ നിലപാട്. പെണ്ണ് വസ്ത്രം ധരിക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. അതേസമയം ആണ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ആണിന്റെ ഉത്തരവാദിത്തമാണ്. അവർ എങ്ങനെ ധരിച്ചാലും ധരിച്ചിട്ടില്ലെങ്കിലും പുരുഷൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല.